വോട്ട് ആര് ചേർത്തില്ലെങ്കിലും എന്താണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ ജോലി? ഒരു നടപടി ഉണ്ടാവേണ്ടതല്ലേ? പ്രാദേശിക തലത്തിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് വീഴ്ച പറ്റിയെന്നുള്ള ഉറപ്പാണ്. അത്തരമൊരു വീഴ്ചകൾ ഉണ്ടായോ എന്ന് പാർട്ടി പരിശോധിക്കും. പക്ഷേ അതിൽ മറ്റൊരു കാര്യം ഇന്നലെ പറഞ്ഞത് ആവർത്തിക്കുന്നു. VM വിനുവിനെ പോലത്തെ കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് നഗരത്തിൽ ജനിച്ചു വളർന്നു വലുതായ ഒരാൾക്ക് വോട്ടുണ്ടാവില്ല എന്ന് സംശയിക്കേണ്ട യാതൊരു സാഹചര്യവും ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. അത് അത്ഭുതപ്പെടുത്തുന്നു. കാലം മാറി. ഇന്ത്യയിലും കേരളത്തിലും വോട്ടർ പട്ടികയിൽ പോലും എന്തും സംഭവിക്കുന്ന കാലം വന്നിരിക്കുന്നു. ഇത് ഞങ്ങൾക്കൊരു പാഠമാണ്. ഞങ്ങളെ തിരിച്ചറിയാം. ഈ വോട്ടുണ്ടാവില്ല എന്ന് പറയുമ്പോഴേ സാധാരണഗതിയിൽ വോട്ട് ചേർക്കണമല്ലോ. ചേർക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തെ സഹായിച്ച ആരെങ്കിലും ചേർക്കണം. അങ്ങനെയല്ലല്ലോ നിയമം. വോട്ട് ആര് ചേർത്തില്ലെങ്കിലും എന്താണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ ജോലി? ഞാനിപ്പോഴും അത് ഇന്ന് രാവിലെ പറഞ്ഞ കാര്യം ഉറച്ചു. കോടതി വിധി പരിപൂർണമായി മാനിച്ചുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. നഗരത്തിൽ ജീവിക്കുന്ന VM വിനുവിൻ്റെ വോട്ട് ഉൾപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം ഇവിടുത്തെ BLOമാർക്കും കോർപ്പറേഷനിൽ അവരേൽപ്പിച്ച ഉദ്യോഗസ്ഥന്മാർക്കുമാണ്. ആ ഉദ്യോഗസ്ഥന്മാരെ ജോലി ചെയ്യില്ലല്ലോ. അവർ വീഴ്ചയിലിനകത്ത് ആ വീഴ്ചക്കെതിരെയുള്ള പോരാട്ടം ഞങ്ങൾ ശക്തമായി തുടരുക തന്നെ ചെയ്യും. ഞാൻ പറഞ്ഞില്ല, ആ പരിശോധിക്കും. അല്ല, അങ്ങനെയല്ല, അങ്ങനെ പറ്റിച്ചു എന്ന് പറയുന്നില്ല. അല്ല, അതെന്തെങ്കിലും ഒരു പാഴ്ച ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ പാർട്ടി ഗൗരവമായി പരിശോധിക്കും. ഉണ്ടായിരുന്നു. അല്ല, അവിടുന്ന് അത് സ്വാഭാവികമായി കിട്ടിയ ഇൻഫർമേഷൻ VM വിനുവിന് വോട്ടുണ്ട് തന്നെയാണ്. അത് തർക്കമില്ല. പക്ഷെ പിന്നെ വോട്ടില്ല എന്ന് തെളിഞ്ഞു. ആ കാര്യം ഞങ്ങൾ പാർട്ടിക്കകത്ത് മെഞ്ഞാന്ന് മുതൽക്ക് തന്നെ ചർച്ച ആരംഭിച്ചിട്ടുണ്ട്, പരിശോധന തുടങ്ങിയിട്ടുണ്ട്. അതെ, അല്ല, VM വിനു ഇപ്പോഴും പറയുന്നു 2020 അദ്ദേഹം ഞാനിപ്പോൾ ചേർത്ത് വെച്ചു. അല്ലല്ല, അലക്കൂര് നേരത്തെ അദ്ദേഹം പറഞ്ഞത് 2020 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അല്ല അനീഷ്, അല്ലല്ല, വോട്ടർമാരെ പേര് തള്ളിച്ചുകൊണ്ടല്ല ജയിക്കുക, വോട്ട് പിടിച്ചുകൊണ്ടാണല്ല ഒരാൾക്ക്. അത് പറയാം. ഞാൻ പറഞ്ഞ കോടതി വിധിയെ പൂർണ്ണമായി മാനിക്കുന്നു. അല്ലല്ല, അതല്ല, ശരിയാണ്. എൻ്റെ ഞങ്ങളുടെ ചോദ്യം, ഒരാൾ നഷ്ടപ്പെട്ടു, സ്വാഭാവികമായിട്ടും അയാൾ ഹർജി കൊടുക്കും. ആ ഹർജി കൊടുക്കുമ്പോൾ ഭരിക്കുന്ന പാർട്ടി, ആ പാർട്ടിയുടെ നേതാക്കൾ ആ ഭരിക്കുന്ന പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റുകളുടെ ഉദ്യോഗസ്ഥ സമീപിച്ച് വോട്ട് കൊടുക്കരുതെന്ന് പറഞ്ഞത് ശരിയാണോ തെറ്റാണോ? അപ്പോൾ അവരുടെ ഉദ്ദേശം എന്താണ്? അല്ല, ഒരാളുടെ വോട്ടവകാശം കൊടുക്കുവാനുള്ള അല്ലെങ്കിൽ വേണോ എന്ന് ആധികാരിക പ്രതികാരമില്ല. നിങ്ങൾ ഇപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഈ വോട്ടർ പട്ടിക പ്രവർത്തനത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ നടക്കുന്നത് സാധാരണഗതിയിൽ നടക്കുന്ന ഒരു നടത്തിപ്പ് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അത് പൂർണ്ണമായ ഉത്തരവാദിത്വം ഇലക്ഷൻ കമ്മീഷനും അതിന് ഉദ്യോഗസ്ഥർക്കാണ്. അവിടെ നിന്നിരിക്കുന്നു. ആ ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ചയാണ് ചൂണ്ടിക്കാട്ടിയത്. ആ ഉദ്യോഗസ്ഥ വീഴ്ചയാണ് പറഞ്ഞത്. അവിടെ പോയി നേരത്തെ NS കൂടെ പറഞ്ഞതുപോലെ SIRനെതിരെയൊക്കെ SIR വന്നാൽ പലരുടെയും വോട്ടവകാശം നിഷേധിപ്പിക്കപ്പെടുമെന്ന് കേരള നിയമസഭയിൽ പ്രമേയം പാസാക്കാൻ മുൻകൈയെടുത്ത പാർട്ടിയുടെ നേതാക്കൾ പോയി അത് കൊടുക്കരുതെന്ന് പറഞ്ഞ നടപടി ജനാധിപത്യ വിരുദ്ധമെന്നേ ഞങ്ങൾ പറയാനുള്ളൂ.